കണ്ണ് കടിക്കുന്നു. കുശുമ്പും അസൂയയ്ക്ക് കൈയും കണക്കില്ലെന്നുള്ള അതുപോലെ കണ്ണ് കടിക്കും. ഇത് വെറുതെ കേട്ടോ, എനിക്ക് കണ്ണിൻ്റെ ഇവിടെ ഇതേപോലെ ചൊറിഞ്ഞ്, അതുകൊണ്ടിട്ട് ഇങ്ങനെ ആക്കി. അപ്പം എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞാണോ അല്ലേ? എവിടെ നിന്ന് ഞങ്ങളോടെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വീട്ടിലുള്ള ദിവസം എൻ്റെ പണി ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഹായ്. അപ്പം എല്ലാവരും രാവിലെ എന്താണ് പരിപാടി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ അടുക്കളപ്പണിയാണ്. ഞാൻ പറഞ്ഞതുപോലെ വിറകിനെ തന്നെ ആശ്രയിച്ചിട്ടുണ്ട്. കാരണം ഗ്യാസ് കിട്ടാൻ താമസിക്കും. ബുക്ക് ചെയ്താലും പെട്ടെന്ന് കിട്ടത്തില്ല. കഴിഞ്ഞ മാസം ബുക്ക് ചെയ്ത് ഗ്യാസ് എടുത്തെങ്കിൽ അതിൻ്റെ അനുസരിച്ച് മുമ്പൊന്നും ഇല്ലാത്തതാണ്. മുമ്പ് ഇങ്ങനെയൊന്നും പറയില്ല നമ്മൾ. പക്ഷേ ഗ്യാസ് കിട്ടും കേട്ടോ. എല്ലാവരും പറയും പോലെ ഒന്നുമില്ല, ഗ്യാസ് ബുക്ക് ചെയ്തിട്ടാൽ ഗ്യാസ് കിട്ടും. നമ്മൾ എപ്പം ചില ആൾക്കാർ പറഞ്ഞു ബുക്ക് ചെയ്യാൻ പറ്റണില്ലെന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടും. അവർ ചിലപ്പം പുകറ്റിയൊക്കെ വെച്ചിട്ട് വില കൂട്ടിത്തരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും 1000 രൂപയെങ്കിലും നമ്മൾ 1000 രൂപ ആയിരുന്നാലും നമ്മൾ വാങ്ങിക്കും. ഗ്യാസാണ്, അത് നമ്മൾ വാങ്ങിച്ചിരിക്കും. പക്ഷേ അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ. അപ്പം ഞാൻ ചോറൊക്കെ വയ്ക്കുന്നുണ്ട് വിറകടുപ്പിൽ. കാണിച്ചു തരാം. ഞാൻ വിറകടുപ്പിൽ കത്തിക്കുന്നു പറഞ്ഞതുപോലെ ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് കത്തിക്കുന്നത്. അരി വേകാറായിട്ടുണ്ട്. അരി വേകുമ്പോൾ മരിച്ചിനി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മീനുണ്ട്, ഒക്കെ വയ്ക്കും. ഈ വീട്ടമ്മമാർ ഓട്ടിടാനൊന്നും പോകത്തില്ല. അത് പേടിച്ചിട്ട് കറക്റ്റായിട്ട് അവർ ഗ്യാസ് കൊണ്ട് തരും. ഗ്യാസ് തന്നേ പറ്റത്തുള്ളൂ. കാരണം ഗ്യാസില്ലെങ്കിൽ 3 പാർട്ടിയുണ്ട്. 3 പാർട്ടിക്ക് വോട്ട് കിട്ടത്തില്ല, അതാരായിരുന്നാലും. അതുകൊണ്ട് അവർ ഗ്യാസ് തന്നേ പറ്റത്തുള്ളൂ, തരും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം നമ്മൾ ആരെയും പറ്റി പറയണമെന്നല്ല, പക്ഷേ ഇവർ ഇലക്ഷൻ സമയം ആയതുകൊണ്ടിട്ട് വച്ച് വലിച്ച് നീട്ടത്തൊന്നുമില്ല. ആര് നീട്ടിയാലും 3 പേർക്ക് ദോഷമാണ്. അതുകൊണ്ടിട്ട് അവർ ഗ്യാസ് കൊണ്ട് എത്തിക്കാനേ നോക്കത്തുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ടിരുന്നോളൂ, എല്ലാവർക്കും ഗ്യാസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനി എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബായ്.